അതിജീവിതയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വലിയ പരാതിയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളെ മുതലെടുത്തുകൊണ്ട് പ്രതി തികച്ചും ക്രിമിനൽ ഉദ്ദേശത്തോടെ സമീപിച്ചു എന്നുള്ളതാണ്. മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തിയ ആളെന്ന രീതിയിലാണ് കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും. പിന്നെ ഇവന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലൊക്കെ പറഞ്ഞത് ഞാൻ മീഡിയേഷന് വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്ത് മീഡിയേഷനാണ് നടത്തുന്നത്? ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. ഒരു നിയമസഭാ സാമാജികൻ എന്ത് സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യനും, ഒരു നിയമസഭാ സാമാജികൻ, ഒരു MLA, 10-36 വയസ്സുള്ള ഒരു MLA എന്ത് സന്ദേശമാണ് പുതിയ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ്. രണ്ട് പേർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഒരാണും പെണ്ണും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഇതുകൊണ്ട് മാത്രം, ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പേസ് കണ്ടെത്തുന്ന വൃത്തികെട്ടവന്മാർ ആരാണെന്നുണ്ടെങ്കിലും അവനൊക്കെ കടുക്കാവെള്ളം കൊടുക്കുക, അല്ല വരി ഉടച്ച് കട്ട് ചെയ്ത് വിടണം എന്നുള്ള അഭിപ്രായം തന്നെ എനിക്ക് പറയാനുള്ളത്. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. രാജൻഭായ്, അതിജീവിതയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും വലിയ പരാതിയുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ കുടുംബജീവിതം തകർത്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കൈവശമാണ് ഈ പരാതി DGPക്ക് ശേഷം ആദ്യമായിട്ട് എത്തുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഇത്തിരി വൈകിപ്പോയി എങ്കിൽ തന്നെയും എന്താണ് ഈ പരാതികളിൽ പ്രധാനമായിട്ടും പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ? ഈ അതിജീവിതയുടെ ഭർത്താവിന് നീതി ലഭിക്കുമോ? അല്ല, ഈ പരാതി എൻ്റെ അടുത്ത് കിട്ടുന്നത് ഇന്നലെ രാത്രി എനിക്ക് കിട്ടി. ഈ പരാതി എൻ്റെ അടുത്ത് കിട്ടുന്നു, പരാതിയുടെ കോപ്പി കിട്ടുന്നു, കാര്യങ്ങൾ കിട്ടുന്നു, പരാതി പോയിട്ടുണ്ടെന്ന് അറിയുന്നു, എല്ലാം ഉണ്ട്. നേരത്തോട് നേരം കഴിഞ്ഞ് 12 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ കാണുന്ന ചാനലുകൾക്കകത്ത് എല്ലാം ഇത് വരുന്നതാണ്. ഈ പരാതിക്കകത്ത് പിന്നെ പോയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് പിന്നെ അതിൽ തന്നെ പറയുന്നുണ്ട്, പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ട് അതിനകത്ത്, അവൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. കംപ്ലൈൻറ്റ് അഗെയിൻസ്റ്റ് രാഹുൽ മാങ്കൂട്ടം MLA എന്നുള്ളതാണ് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. അത് സബ്ജക്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി 10:22 പരാതി കൊടുക്കുന്നു. 10:31 എനിക്ക് വിവരം കിട്ടുന്നു പരാതി കൊടുത്തു എന്നുള്ളത്. കേവലം 9 മിനിറ്റ് കഴിയുമ്പോൾ ടു ദ DGP, പിന്നെ ചീഫ് മിനിസ്റ്റർ, അവർക്കൊക്കെയാണ് അഡ്രസ് ചെയ്തിട്ടുള്ളത്. ബൈ ഇമെയിലാണ് പരാതി കൊടുത്തിട്ടുള്ളത്, നേരിട്ടല്ല പരാതി കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് ടു റവദ ചന്ദ്രശേഖർ IPS, ഡയറക്ടർ ജനറൽ പോലീസ് കേരള, റെസ്പെക്റ്റഡ് സാർ, സോ ആൻഡ് സോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്തതാണ്, അവർ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിനിടയിൽ പ്രത്യേകം പിന്നെ പരാതിക്കാരൻ കൊടുത്തിട്ടുള്ള കാര്യം, പിന്നെ പരാതിക്കാരിയുടെ പേര് വിവരങ്ങൾ പുറത്തു വരരുത് എന്ന കോടതി നിയമത്തെ ബഹുമാനിക്കുന്നതിനാൽ ഭാര്യയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, യുവതി അഥവാ വധു എന്നുള്ള രീതിയിൽ പരാമർശിക്കുന്നു. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളും നമുക്ക് വായിക്കാൻ പറ്റാത്തതാണ്. അടുത്ത പേജിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കങ്ങളൊന്നും നമുക്ക് പിന്നെ വായിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവർ ജോലി ചെയ്യുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ പുറത്ത് പറയാൻ പറ്റുന്നൊരു വരി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളെ മുതലെടുത്തുകൊണ്ട് പ്രതി തികച്ചും ക്രിമിനൽ ഉദ്ദേശത്തോടെ സമീപിച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമായും പല രീതിയിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സൗഹൃദം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും. അവിടെ സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുന്ന വളരെ കൃത്യമായിട്ടും ക്രിമിനൽ ഉദ്ദേശത്തോടെ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും പറയുന്നു, മധ്യസ്ഥ ചർച്ചയ്ക്കായി എത്തിയ ആളെന്ന രീതിയിലാണ് കോടതിയിൽ മൊഴി നൽകിയിട്ടുള്ളതെന്ന് അറിയാൻ സാധിച്ചു. അങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു. തീർച്ചയായിട്ടും. പിന്നെ ഇവന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലൊക്കെ പറഞ്ഞത് ഞാൻ മീഡിയേഷന് വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാണ് പറഞ്ഞത്. എന്ത് മീഡിയേഷനാണ് നടത്തുന്നത്? അങ്ങനെയെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും MLA-യുമായ പ്രതി ആ സമയങ്ങളിൽ ഒരിക്കൽ പോലും ഭർത്താവായ എന്നെ വിളിച്ച് മധ്യസ്ഥ ചർച്ചകൾ നടത്താൻ നീക്കങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അടൂർ നിവാസിയും പാലക്കാട് നഗരസഭ ഉൾപ്പെടുന്ന നിയോജക മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന രാഹുൽ ഇവരിപ്പോൾ താമസിക്കുന്ന ഈ സ്ഥലത്തൊക്കെ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഇടപെടുക. അതിനകത്ത് അതായത് ഇവന് എവിടെ ആണെന്നുണ്ടെങ്കിലും കോല് വെച്ച് പെണ്ണ് മതി എന്നുള്ളതാണ്. അവന് എവിടെയും വേട്ടക്കാരന്റെ സ്വഭാവം കാണിക്കുന്നത്. പരാതിക്കാരൻ പറയുന്നത് പരാതിക്കാരനുമായിട്ട് മീഡിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും അതിലേക്കും വരാം. യുവതിയുടെ ഉദരത്തിൽ പ്രതിയുടെ കുഞ്ഞ് വേണമെന്ന നിർബന്ധപൂർവ്വം ഗർഭം ധരിപ്പിക്കുകയും ആ ഗർഭം അലസിപ്പിക്കാൻ പ്രതിയുടെ സുഹൃത്തിൻ്റെ സഹായത്താൽ ഗുളിക നൽകി അലസിപ്പിക്കുകയും ചെയ്തു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണല്ലോ ആ ചെറുപ്പക്കാരൻ പരാതി കൊടുക്കുന്നത്. കേരളത്തിലെ ഒരു MLA-ക്ക് വിവാഹ നിയമങ്ങളെയോ സാമൂഹിക വ്യവസ്ഥിതികളെയോ കുറിച്ച് അറിവില്ലാതെയല്ല ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്. MLA എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണ സഭയിലെ അംഗമാണ് ഈ വൃത്തികെട്ടവൻ, അത് മനസ്സിലാക്കണം. ലൈംഗിക വൈകൃതത്തിന് അടിമപ്പെട്ടത് കൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള തെറ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. പ്രതി മനഃപൂർവ്വം എൻ്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, മനുഷ്യന് ലൈംഗികത പാപമാണെന്ന് ഞാൻ കരുതുന്നില്ല, ഗ്രേറ്റ് ആയിട്ടുള്ള വാക്കാം. ഗർഭഛിദ്രം നടത്താൻ പ്രേരിപ്പിക്കുന്നത് ഒരു തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ആരെയെന്നും അമ്മ ആരെയെന്നുള്ളതും പ്രാധാന്യമുള്ളതാണ്. അവിടെ പ്രതിയുടെ കുഞ്ഞിൻ്റെ പിതൃത്വം നിയമപ്രകാരം ഭർത്താവായുള്ള എൻ്റെ മേലിൽ ചാർത്താൻ പ്രതി ബോധപൂർവം ശ്രമിച്ചു. കോടതിക്കകത്ത് അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഒരു നിയമസഭാ സാമാജികൻ എന്ത് സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ആ ചെറുപ്പക്കാരൻ മാത്രമല്ല, നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യനും, ഒരു നിയമസഭാ സാമാജികൻ, ഒരു MLA,
36 വയസ്സുള്ള ഒരു MLA എന്ത് സന്ദേശമാണ് പുതിയ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ളതാണ്. വരുന്ന 5 വർഷത്തേക്ക് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താനും നിയമനിർമ്മാണത്തിൽ പങ്കാളിയാവാനും നിയമസഭയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഇത്തരത്തിൽ ചെയ്യുമ്പോൾ നാളെ ഈ സമൂഹത്തിലെ യുവജനങ്ങൾ ഇത്തരത്തിൽ ചെയ്താൽ അതൊരു തെറ്റല്ലെന്ന രീതിയിലുള്ള സന്ദേശമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിന് ലഭിക്കുന്നത്. കൃത്യമല്ലേ? കാരണം നാളെ ആരും ഇത് ചെയ്താൽ ഇതൊന്നും ഒരു തെറ്റല്ല. ഇയാളെ പണി എന്താ? നിയമനിർമ്മാണ സഭയിൽ പങ്കെടുക്കുക, നിയമനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുക, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ നോക്കുക, സമൂഹത്തിൻ്റെ ഇടയിൽ മാതൃകയായിട്ട് പ്രവർത്തിക്കുക, സമൂഹത്തെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങളുടെ പങ്കാളിയാവുക. അല്ലാതെ ഈ പണിക്ക് പോകലല്ല എന്നുള്ളതല്ല. അങ്ങനെ ഇതാണ് ഒരു MLAയുടെ പണി എന്നുള്ള മാതൃകയായി കഴിഞ്ഞാൽ നാളെയുള്ള ചെറുപ്പക്കാരെല്ലാം തെരുവിലിറങ്ങി കാണുന്നിടത്തെല്ലാം ഏർപ്പാടിന് പോകത്തില്ലേ? കാണുന്നിടത്തെല്ലാം ആൾക്കാരെ റേപ്പ് ചെയ്യാൻ പോകത്തില്ലേ? റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ MLA ആവാം, ഗർഭചിത്രം നടത്തിയാൽ MLA ആവാം, നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് പ്രചാരണത്തിൻ്റെ ബോർഡിൽ വെക്കാം, ഫ്ലെക്സിനകത്ത് ഇങ്ങനെ വെക്കാം, ഞാൻ 5 ഗർഭചിത്രം നടത്തി, എതിർ സ്ഥാനാർത്ഥികൾ നടത്തിയതിനേക്കാൾ കൂടുതൽ ഗർഭചിത്രം ഞാൻ നടത്തി, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നുള്ളത്. പക്ഷേ ചിലർക്കൊക്കെ അപ്പോൾ ആരാധന തോന്നി തുടങ്ങും. അങ്ങനെ തോന്നുന്ന ചില സൈബർ ആൻറ്റിമാരുണ്ട്. അവരെ കാര്യമല്ല പറഞ്ഞത്. പ്രതിക്കെതിരെ പരാതിക്കാരിയുടെ പരാതി ബോധിപ്പിച്ചപ്പോൾ പ്രതിയും പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും അനുഭാവികളും മറ്റും യുവതിയുടെ പേരും ഫോട്ടോയും പുറത്തറിയിക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തിയ ഗൂഢാലോചനയിൽ യുവതിയുമൊത്തുള്ള എൻ്റെ വിവാഹ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും വിദേശത്തുള്ള പ്രവാസികളെപ്പോലും അത് അറിയിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി എനിക്കും എൻ്റെ കുടുംബത്തിനുമുണ്ടായ അഭിമാനക്ഷതം വലിയ രീതിയിലാണ്. ഇതിനകത്തൊക്കെ ഉള്ളത് ഇത് ഇട്ട ഒരാളുണ്ട്, അല്ലെങ്കിൽ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഇതിൻ്റെ പിന്നിൽ പിന്നെ വേറെ കുറേ ചതിര കഥകൾ കടന്നു. ആ ആള് ഇവൻ പോകുമ്പോൾ പാലക്കാട് നിൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമായിരുന്നു. പക്ഷേ ആളെ സംശയത്തിന് നിഴലില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയാണ്, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഒരു പാർലമെൻ്ററി ആശയത്തിനകത്തെ ട്രപ്പീസ് കളി കളിച്ചതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. വളരെ മോശമായിട്ട് വല്ലാത്ത മാനസികാവസ്ഥയിൽ തളർന്ന എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നതിനാലാണ് യുവതി പരാതി നൽകിയിട്ട് ഇത്ര നാളായി ഞാൻ മുന്നോട്ട് പോകാൻ വൈകിയത്. അടുത്ത പേജിനകത്തെ ബാക്കി ഭാഗങ്ങളൊന്നും വായിക്കാൻ പറ്റില്ല ഇപ്പം. ആയതിനാൽ പ്രതി ചെയ്തിട്ടുള്ള തെറ്റുകൾ മറ്റൊരാൾക്കും പ്രേരണ നൽകാതിരിക്കാനും ഒരു കുടുംബത്തിനോടും മറ്റാരും ആവർത്തിക്കാതിരിക്കാനും എനിക്കുണ്ടായ മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും എല്ലാമായും യുവതിക്കുണ്ടായ മോശം അനുഭവങ്ങളിൽ മേലും അവർ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെങ്കിലും യുവതിയുടെ അവസ്ഥ എന്തായിരുന്നെന്നും യുവതി ട്രാപ്പിൽപ്പെട്ടതാണെന്നും ഈ അതിജീവിതയുടെ ഭർത്താവായിട്ടുള്ള ഈ പരാതിക്കാരന് ബോധ്യമുണ്ടെന്നാണ്. അതുകൊണ്ടാണല്ലോ എടുത്തു പറയുന്നത് യുവതിക്കുണ്ടായ മോശം അനുഭവങ്ങളിൽ മേലും എന്ന് പറയുമ്പോൾ. അതിനകത്തെന്ന് വെച്ചാൽ രണ്ടുപേരും ഏക മനസ്സോടെ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഒരു കുറ്റവാളിക്കെതിരെ അതിജീവിത ഫൈറ്റ് ചെയ്യുന്നു, അതിജീവിതയുടെ ഭർത്താവും അതേ കുറ്റവാളിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അതിനകത്ത് രണ്ട് തരത്തിലാണെന്നേ ഉള്ളൂ. പക്ഷേ പോയിന്റ് ഇവിടെ തന്നെയാണ്. എനിക്കിതൊരു അനുഭവം ഉണ്ടായി, അതിജീവിതയ്ക്കുന്നൊരു അനുഭവം ഉണ്ടായി. പ്രതിക്കെതിരെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 84 പ്രകാരം പ്രതി കുറ്റം ചെയ്തതിന് തെളിവുള്ളതിനാലും പ്രതിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട DGP മുമ്പാകെ പരാതി ബോധിപ്പിക്കുന്നു. സിബി, നമ്മളെ നാട്ടിലൊക്കെ കുടുംബജീവിതങ്ങളിൽ പല പ്രശ്നങ്ങളും. ഇതിനിടയിലൊരു കാര്യം ചോദിച്ചിട്ട് രാജൻ ഭായി, ഈ ഏറ്റവും അവസാന സെക്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിന്റെ പിന്നിൽ ഒരു ലീഗൽ ബ്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വരുമോ? മറ്റിടത്തെ ലീഗൽ ബ്രെയിനും കൊണ്ട് വാ തുറന്ന സണ്ണി ജോസഫ് അല്ല ഏതവനാണെന്നുണ്ടെങ്കിലും. സിബി, കുടുംബ വിഷയങ്ങളിലൊക്കെ നമ്മളൊക്കെ പല പ്രശ്നങ്ങൾക്കകത്തും രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടാകുന്ന കാലത്ത് മീഡിയേഷനൊക്കെ വരാറുണ്ട്. മീഡിയേഷന് വരുമ്പോൾ ചിലപ്പോൾ നീ ഭർത്താവായിരിക്കും അല്ലെങ്കിൽ ഭാര്യയായിരിക്കും സമീപിക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് നേരെ ഭാര്യയാണ് സമീപിച്ചെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കത് മുറിഞ്ഞു പോകും. പിന്നെ ചർച്ചയ്ക്ക് സ്പേസ് ഇല്ല. നമ്മൾ നോക്കും അവരുമായിട്ട് എതിർപക്ഷത്ത് നമ്മളടുത്ത് X or Y ഭാര്യയോ ഭർത്താവോ ആരാണോ സമീപിച്ചത്, എതിർപക്ഷത്ത് നിൽക്കുന്ന കക്ഷിയുമായിട്ട് ഏറ്റവും അവരുടെ അടുത്ത ആക്സസിലേക്ക് പോകാനും അവരെ സ്വാധീനിക്കാനും പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തും. അവർ മുഖേനയാണ് പിന്നെ അവരെ സമീപിക്കുന്നതും മയപ്പെടുത്തി ഒരു ടേബിളിന് മുമ്പിൽ എന്നാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരൊറ്റ ഫോണിൽ തന്നെ എനിക്ക് സൗകര്യമില്ല, ഒരു ചർച്ചയ്ക്കും താല്പര്യമില്ല, ഞങ്ങളിനി പറ്റത്തില്ല എന്നുള്ളത് പറയും. ഇങ്ങനെ പോകുന്ന രീതിക്കകത്ത് ഇവനെപ്പോലെയുള്ള ഒരു കാമക്കണ്ണുകളോട് കൂടിയിട്ട് ചെറിയ സൗന്ദര്യപ്പിണക്കത്തിനകത്ത് സ്പേസ് കണ്ടെത്തി അകൽച്ച വലുതാക്കി എന്നിട്ട് റേപ്പിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗർഭിണിയാക്കുക, ഗർഭചിത്രം നടത്തുക, കുഞ്ഞ് വേണമെന്ന് പറയാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ആ വോയിസിനകത്ത് വളരെ ക്ലിയർ ആണുള്ള ചാനലുകൾ ഏറിയതിനകത്ത്. ഇവനും അമ്മയില്ലേ, പെങ്ങളില്ലേ? ഇവൻ ഈ പെണ്ണുടലെന്ന് കണ്ട ഇങ്ങനെ കാണുന്നവനാണെന്നുണ്ടെങ്കിൽ അമ്മയും പെങ്ങളെ എങ്ങനെ കാണുന്നത്? മുമ്പിൽ കാണുന്ന എല്ലാം വെറും പെണ്ണ് മാത്രമാണെന്നേ. അതിനകത്തുള്ള പ്രശ്നമുണ്ട്. ഇന്ന് ഞാൻ കാക്കനാട് ലാബിൽ പോയിരുന്നപ്പം അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ഈ അതിജീവിതയുടെ ഭർത്താവും അപ്പോഴും മാധ്യമങ്ങളൊന്നും ചാനലുകളൊന്നും ഏറെ ചെയ്തിട്ടില്ല. അപ്പോൾ രാവിലെ ഞാൻ പോയപ്പോൾ പറഞ്ഞു ഇങ്ങനെ അതിജീവിതയുടെ ഭർത്താവും പരാതി കൊടുത്തിട്ടുണ്ട്, അത് മാങ്ങയുള്ള മാവേലെ ലെയർ ഉണ്ടാവുള്ളൂ. ഞാൻ ആകെ അന്തം വിട്ടുപോയി. അപ്പോൾ ഇങ്ങനത്തെ പൊതുമനസ്ഥിതി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനൊന്നും അല്ല, ഈ വിഷയത്തിനകത്ത് A to Z എനിക്കറിയാം. ഞാനിരുന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അവർ അന്തം വിട്ടുപോയി. അവർ പറഞ്ഞു, ഞാൻ ഇതുവരെ അങ്ങനെ കരുതിയേ, ഞങ്ങളൊക്കെ കുറേ പേര് അങ്ങനെ കരുതിയിരുന്നേ. ഞാൻ പറഞ്ഞു, അങ്ങനല്ല, ഇതാണ് സത്യം, ഇതാണ് ഫാക്റ്റ്, എല്ലാ കാര്യങ്ങളും അറിയാം. റിനി ആൻഡ് ജോർജ് ആദ്യം രംഗത്ത് വരുന്നു. റിനിക്ക് മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ല. ഇവരെ വിചാരം റിനിയാണ് ഏരാന്ന്. എന്നോട് ഈ പറഞ്ഞ
ആ പെണ്ണ് പിന്നെ വസ്ത്രധാരണം ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു അവൾ മോഡലാണ്, അവളല്ല ഇതിനകത്ത് ഏരാ, വേറെ ആൾക്കാരെയാണ് ഇവൻ ദുരുപയോഗപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ റിനി പിന്നെ ഹൂ കേസ് എന്ന് പറഞ്ഞാൽ അതിന് രംഗത്ത് വരുന്നു, സ്ട്രോങ് ആയിട്ട് രംഗത്ത് വരുന്നു. റിനിക്ക് മോശപ്പെട്ട രീതിയിൽ അപ്രോച്ച് ചെയ്തു, പക്ഷേ റിനിയെ എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് സജിന ബി ഷാജൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആ പെൺകുട്ടി ആർജവത്തോടു കൂടെ വന്ന് പറഞ്ഞു ഞങ്ങൾക്കിടയിൽ പൊതു സംസാരമാണ്, പലരിടത്തും അപ്രോച്ച് ചെയ്യുന്നുണ്ട്, ഞങ്ങളത് ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്, ഒന്നും ഉണ്ടാവുന്നില്ല, നടപടി ഉണ്ടാവുന്നില്ല. ഷഹനാസ് പറഞ്ഞു ഷാഫി നിഷേധിക്കുകയാണെങ്കിൽ ഞാനപ്പോൾ പറയാമെന്നാണ്. ഷാഫി നിഷേധിച്ചിട്ടില്ലല്ലോ, ഒന്നും മിണ്ടിയിട്ടില്ല. ഷാഫി നിശ്ചയിച്ചില്ലല്ലോ, രേഖാമൂലം പരാതി കിട്ടിയില്ലെന്ന്. വാക്കാൽ പരാതി പറഞ്ഞാൽ പോലെ സഹപ്രവർത്തകർക്കെതിരെ മോശപ്പെട്ട അനുഭവം ഉണ്ടെങ്കിൽ അപ്പോൾ ഇവന്മാർ പിന്നെ ഇവന്മാരെ സൈബർ പോരാളികൾ പറഞ്ഞു ഷഹനാസ് ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നു, ഷഹനാസ് പൗഡർ ഇട്ടിരിക്കുന്നു, അവൾ ഫേഷ്യൽ ചെയ്തിട്ടുണ്ട്, അവൾ മുടി കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവന്മാർ ഫേഷ്യൽ ചെയ്യുന്നതിനും ഇവന്മാർക്ക് ബ്യൂട്ടി പാർലറിൽ നടക്കാൻ നേരം ഇല്ലാത്തതും സ്വന്തം മേക്കപ്പ് മാനെ കൊണ്ട് നടക്കുന്നതിന് ഇവർക്ക് പരാതിയില്ലേ? അതേപോലെ തന്നെ KPCC കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണ് തീരുമാനം എടുത്ത് സസ്പെൻഡ് ചെയ്യാൻ. ഞാനോ CBI ഇവിടുത്തെ മാധ്യമങ്ങളോ സർക്കാരോ ഒന്നുമല്ലല്ലോ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനും പാർട്ടിയുടെ കൂടെ ബ്ലോക്കായിട്ടിരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അത് തീരുമാനിക്കുമ്പം അതിനെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം പിന്നെ സണ്ണി വക്കീലും പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. കളക്റ്റീവ് ഒപ്പീനിയൻ ആയിരുന്നു. കൂടുതൽ കടുത്ത നടപടി വേണമെന്നാണ് അവരുടെ ഓൺലൈൻ മീറ്റിങ്ങിനകത്ത് പലരും പറഞ്ഞത്. പക്ഷേ തൽക്കാലം സസ്പെൻഷനിൽ കേസ് എങ്ങനെ പോകുന്നു നോക്കിയിട്ടാവാമെന്ന് എഴുതിയിട്ടാണ് സസ്പെൻഷനിൽ അന്ന് നിർത്തിയത്. കളക്റ്റീവ് ഒപ്പീനിയൻ ആയിരുന്നു. അത് തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണെന്നും പറഞ്ഞു. ആർക്കാ ബോധ്യപ്പെട്ടത്? KPCC പ്രസിഡന്റുമാരും മുൻ പ്രസിഡന്റുമാരും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്ക് ബോധ്യപ്പെട്ടു തെറ്റ് ചെയ്തു എന്ന്. എപ്പോഴും തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെടാത്തത് ഇവിടുത്തെ കുറച്ച് ആൻറ്റിമാരും പിന്നെ കുറച്ച് സൈബർ ഗുണ്ടകളും മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്ക് തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ പരാതി വന്നപ്പോൾ പിന്നെ പുറത്താക്കി അവർ. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ MLA ഓഫീസിലേക്ക് എങ്ങനെ സഹായത്തിന് കയറി പോകാൻ പറ്റുന്നത്? ഇവൻ്റെ MLA ഓഫീസിലേക്ക് ഒരു സഹായത്തിന് കോവിഡ് കാലഘട്ടത്തിൽ സിപിക്ക് ഓർമ്മയുണ്ടാവും. അച്ഛൻ ശ്വാസം കിട്ടാതെ കിടക്കുമ്പം അടുത്ത വീട്ടിൽ ഉത്തരേന്ത്യയിൽ ഒരു പെൺകുട്ടി ഓക്സിജൻ സിലിണ്ടറുള്ള വീട്ടിലേക്ക് ചെന്നപ്പം അവൻ ഡിമാൻഡ് ചെയ്തത് ഈ പെൺകുട്ടിയുടെ ശരീരമാണ്. അച്ഛനപ്പുറത്ത് മരണത്തോട് മല്ലടി കിടക്കുക, ഓക്സിജൻ സിലിണ്ടർ കിട്ടാൻ വേണ്ടിയിട്ട് ആ കുട്ടിക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. അപ്പം നാളെ ഏതെങ്കിലും ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ബാക്കിയുള്ളതിനും ഒക്കെ എന്തെങ്കിലും കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ MLA ഓഫീസ് മുഖേന വേണം പോകാൻ. ഞാൻ റെഡിയാക്കി തരാം, എനിക്ക് ആ ഡിമാൻഡ് എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഓഫീസിലേക്ക് കയറി പോകാൻ പറ്റുമോ? ഇവൻ്റെ ഓഫീസിലേക്ക് കയറി പോകുന്ന പെണ്ണുങ്ങൾ സുരക്ഷിതരാണെന്ന് പറയാൻ പറ്റുമോ? ഇവൻ്റെ കൂടെ സെൽഫി എടുക്കുന്നവരെ അവർക്കത് എൻജോയ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഉണ്ടാവും. പക്ഷേ അല്ലാത്തൊരു ഇതിനകത്ത് പിന്നെ ഇതൊക്കെ നിരക്കി നിർത്തേണ്ടതാണ്. ഇവനെ ചുമന്നു നടക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ്. ഞാൻ ഇതിനകത്ത് കടന്നുപോയ ഒരാളാണ്. ഞാനും എൻ്റെ വൈഫും തമ്മിൽ 2013 സെപ്റ്റംബർ മാസം 7 തൊട്ട് 2015 സെപ്റ്റംബർ മാസം 7 വരെ പിരിഞ്ഞു നിന്ന് ഞങ്ങൾ ഡിവോഴ്സ് കേസ് മൂവ് ചെയ്തു. അവൾ ഡിവോഴ്സ് വേണമെന്നും ഞാൻ കൊടുക്കത്തില്ല എന്നും പറഞ്ഞിട്ട് കേസ് നടക്കുക. കേസ് ആ സമയത്ത് ഞങ്ങൾ തമ്മിൽ അകന്നു നിന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ അവസാനം 2015 കൃത്യം 2 വർഷം തികയുമ്പോഴത്തേക്ക് അവൾ എന്നോട് പറയാം എനിക്ക് നിൻ്റെ കൂടെ തന്നെ പോരണം. ഇങ്ങോട്ട് വിളിച്ചു പറയാം. കേസ് ഞങ്ങൾ ജോയിൻറ്റ് പെറ്റീഷൻ കൊടുത്ത അവസാനം വിധി പറയാൻ നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ഞങ്ങൾ പിരിഞ്ഞ വേറെ കാര്യം, എനിക്ക് നിൻ്റെ കൂടെ തന്നെ പോരണം. പോന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പറയാം എടാ നീയുമായിട്ട് പിരിഞ്ഞ് നിന്നപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഈ ആണുങ്ങൾ കുറേ എണ്ണം പിന്നെ നിന്നോട് സൗഹൃദമുള്ള പല ആൾക്കാരെയും പോലും വിശ്വസിച്ചേക്കരുത്. ഇവർ പലരും വിളിച്ചിട്ട് എന്താ ചോദിക്കുന്നതെന്നറിയോ? പിന്നെ അവനെന്തെങ്കിലും പിന്നെ സെക്ഷലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഇവർക്ക് ഇതാ അറിയണ്ടേ. അപ്പോൾ ഇവള് പറഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ വേറെ ചില വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇവർ മീഡിയേഷൻ അല്ല, ഇവരെ ആരും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. അല്ല ഞാനിത് പറയുക, അതായത് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കുകയാണ് ചോദിക്കുന്നത്. 2 പേര് തമ്മിൽ അകന്നാൽ, 2 പേർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ, ഒരാണും പെണ്ണും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഇതുകൊണ്ട് മാത്രം ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്നവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ സ്പേസ് കണ്ടെത്തുന്ന വൃത്തികെട്ടവന്മാർ ആരാണെന്നുണ്ടെങ്കിലും അവനൊക്കെ കടുക്കാവെള്ളം കൊടുക്കുക, അല്ല വരി ഉടച്ച് കട്ട് ചെയ്ത് വിടണം എന്നുള്ള അഭിപ്രായം തന്നെ എനിക്ക് പറയാനുള്ളത്.